നമസ്കാരം. തുടർച്ചയായിട്ടുള്ള രണ്ടാം സർക്കാർ രൂപീകരിച്ചുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ ആ തേരോട്ടം കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ പ്രജകളായിട്ടുള്ള ഇവിടുത്തെ ജനതയ്ക്ക് യാതൊരുവിധ പ്രയോജനങ്ങളില്ലെങ്കിലും കൃത്യമായിട്ട് നേട്ടമുണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കുടുംബവുമാണ്. എത്രയെത്ര നാറുന്ന അഴിമതി കഥകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പത്രമാധ്യമങ്ങളിലൂടെ ഈ വാർത്തയ്ക്ക് ഇന്ന് സ്ഥാനമില്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ആ വിവാദ വിഷയങ്ങളും അതിനെ തുടർന്ന് കേരളം കണ്ട സമര കോലാഹലങ്ങളുമൊക്കെ മാധ്യമങ്ങൾ കെട്ടടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ ജനത അല്പമൊന്ന് ആശ്വസിച്ചു. ഇത്രയേറെ വിവാദത്തിൽ ആയിട്ടുള്ള ഈ കള്ളക്കടത്ത് വിഷയം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇത്രയും വിവാദമായിട്ടുള്ള ഒരു വിഷയമായിട്ട് സെൻസേഷൻ ഉയർത്തിക്കൊണ്ട് നിറഞ്ഞു നിന്നതുകൊണ്ട് ഇനി വലിയ വിവാദങ്ങളിലേക്കൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെന്നു ചാടാൻ സാധ്യതയില്ല എന്ന് വെറുതെയെങ്കിലും കേരള ജനത ഒന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ട് മാസപ്പടി വിവാദം വളരെ പെട്ടെന്ന് കടന്നു വരികയും കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ കുടുംബത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മാസപ്പടി കൈപ്പറ്റിയ തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള ആ വലിയ വിവാദം ഉയർന്നു വന്നു. എന്നാൽ ഇന്ന് അത് കെട്ടടങ്ങുന്നതിന് മുമ്പ് അടുത്ത വിവാദം ഉയർന്നു വരുന്നു. PSC അംഗമായിട്ട് ചേർക്കാം എന്നുള്ള ആ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് കോഴിക്കോട് നിന്ന് ഹോമിയോ ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളിൽ നിന്ന് 22 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ആരാണ് കൈപ്പറ്റിയത്, ആർക്കെതിരെയാണ് ഈ ആരോപണം വരുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള ആ വസ്തുത പുറത്തു വരുന്നത്. പ്രമോദ് എന്ന് പറയുന്ന കോഴിക്കോട് ടൗൺ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും CI2 ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള പ്രമോദ് എന്ന് പറയുന്ന ആള് കൈപ്പറ്റി എന്ന് പറയുമ്പോൾ പ്രമോദിനെ ചുറ്റിപ്പറ്റി MLA സച്ചിൻ ദേവിനെയും അതുപോലെ തന്നെ CPM-ന്റെ പ്രധാന നേതാക്കളെയും ഒക്കെ ചേർത്ത് പറയുമ്പോൾ ഈ 22 ലക്ഷം രൂപ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്നത് മുഹമ്മദ് റിയാസ് ആണ്, പിണറായി വിജയന്റെ മരുമകനാണ് എന്നുള്ളത് പുറത്തു വരുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അപ്പോൾ കഴുത്തറ്റം അഴിമതിയിൽ മുങ്ങി, സ്വജനപക്ഷപാതത്തിൽ മുങ്ങി, അങ്ങേയറ്റം പാർട്ടി പോലും തകരുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ എന്താണ് സാഹചര്യമെന്ന് നമുക്കറിയാം. മുഴുവൻ ഭാരതത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തകർന്ന് മണ്ണടിഞ്ഞ് ഒരു സ്ഥലത്തും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ കേരളത്തിൽ മാത്രമാണ് അവസാനത്തെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ നിലനിൽക്കുന്നത്. ഈ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും ഒരു വാർഡ് മെമ്പറെ ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അത്തരത്തിൽ ദുർഭരണം കൊണ്ട്, തുടർച്ചയായിട്ടുള്ള 10 വർഷത്തെ ദുർഭരണം കൊണ്ട് പിണറായി വിജയൻ കേരള ജനതയെ വെറുപ്പിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അഴിമതിയിൽ നിന്ന് വീണ്ടും അഴിമതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഓരോ വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ഈ പിണറായി സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ കൃത്യമായി ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം. നന്ദി, നമസ്തേ.